കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് ഇന്നേക്ക് ഒരു വർഷം. രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ സംഭവത്തിൽ കേസിലെ ഏകപ്രതി PP ദിവ്യയ്ക്കൊപ്പം CPIഎമ്മും സർക്കാരുമാണ് പ്രതിരോധത്തിലായത്. പാർട്ടി നടപടി നേരിട്ട PP ദിവ്യ സംഘടനാ രംഗത്ത് വീണ്ടും സജീവമാക്കാനുള്ള ശ്രമത്തിലാണ്. നവീൻ ബാബുവിന്റെ മരണം സർക്കാരിനെയും പാർട്ടിയെയും ഒരുപോലെയാണ് പ്രതിരോധത്തിലാക്കിയത്. പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചതോടെ മറുപടി പറയാൻ പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രിയും നിർബന്ധിതരായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ മതിയാകുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞ നേതൃത്വത്തിന് ദിവ്യക്കെതിരെ സംഘടനാ നടപടി എടുക്കേണ്ടി വന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CPIഎം രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുകയും പത്തനംതിട്ട ജില്ലാ ഘടകം സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തതോടെയാണ് PP ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ ഒരു ഘട്ടത്തിലും ദിവ്യയെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കണ്ണൂർ ജില്ലാ ഘടകം തയ്യാറായില്ല. ദിവ്യയോടുള്ള സമീപനത്തിൽ കണ്ണൂർ പത്തനംതിട്ട ഘടകങ്ങൾ രണ്ട് തട്ടിലായിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം ഉറച്ചുനിന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാടാണ് PP ദിവ്യക്ക് തിരിച്ചടിയായത്. കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ഈ സമയത്ത് നമ്മുടെ പരിപാടി പങ്കെടുക്കുന്നത്. കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത്. കാരണം ഇതുപോലെ ആയിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത്. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണമായ യാത്രയപ്പ് ചടങ്ങിലെ ആത്മവിശ്വാസം പിന്നീട് ഇതുവരെ PP ദിവ്യയിൽ കണ്ടിട്ടില്ല. രാഷ്ട്രീയ ഭാവിയിൽ താൽക്കാലിക ഫുൾ സ്റ്റോപ്പ് വീണതും അതേ വേദിയിൽ തന്നെ. എന്നാൽ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയെന്ന പഴികേട്ട ദിവ്യ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരാണ്ട് പിന്നിടുമ്പോൾ കുറ്റാരോപിതയായ PP ദിവ്യ വീണ്ടും സംഘടനാ രംഗത്ത് സജീവമാവുകയാണ്. തിരുത്തൽ പ്രക്രിയ പൂർത്തിയായി എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിശദീകരണം. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.